നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷാണിത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. ഇതിന് ഫിർണി എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ഇതിനായി 50 ഗ്രാം സാദാ പച്ചരി എടുത്ത് 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പശയുള്ള അരിയാണ് എടുത്തേക്കുന്നത്. ഇഡലിക്കോ അപ്പത്തിനോ ഒക്കെ എടുക്കുന്ന അരി മതി. 50 ഗ്രാം എന്ന് പറയുമ്പം 1/4 കപ്പിന് 10 ഗ്രാം കുറവ്. ഇനി സ്പൂൺ അളവാണെങ്കിൽ 3.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അരി കൂടിപ്പോകരുത്, കൂടിയാൽ കൺസിസ്റ്റൻസി ശരിയാവില്ല. ഇനി കുതിർത്ത അരി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അരി നുറുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്താൽ മതി. ആദ്യം ഒന്ന് ജസ്റ്റ് കറക്കിയിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ അരി ആവശ്യത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഒരുപാട് അരഞ്ഞു പോകരുത്, മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു 120 ഗ്രാം പഞ്ചസാരയാണ്. മധുരത്തിൻ്റെ അളവ് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് പിസ്ത അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ കുങ്കുമപ്പൂവ് പാലിൽ കുതിർത്തതാണിത്. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം, ചേർത്തില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ 1 ലിറ്റർ പാലിൻ്റെ അളവും കുറയാൻ പാടില്ല. ഈ ഒരു പാൻ വെച്ച് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് പാൽ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഇതിലേക്ക് 2 സ്പൂൺ കുതിർത്ത് വെച്ച കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച അരിയും ബാക്കി വെച്ച പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് വീഡിയോയിൽ കിട്ടിയില്ല. ഇനി കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അരി കട്ട പിടിക്കും. പൊടിച്ച അരിയുടെ കൂടെ തണുത്ത പാല് മിക്സ് ചെയ്ത് ചേർത്തത് അരി കട്ട പിടിക്കാതിരിക്കാനാണ്. ഇല്ലെങ്കിൽ തിളച്ച പാലിലേക്ക് നമ്മൾ പൊടിച്ച അരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ലംസ് വരും. അതിന് ഇതൊരു തിള വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്, ഒരു തിളയും വന്നിട്ടുണ്ട്. ഇനി ഇളക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇത് കിടന്ന് അരി ഒന്ന് വെന്ത് വരട്ടെ. ഫ്ലെയിം കുറച്ചല്ലേ വെച്ചേക്കുന്നത്, നല്ലപോലെ വെന്തത് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ 3-4 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആദ്യമേ ചേർക്കരുത്, ആദ്യം ചേർത്താൽ അരി വേഗില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ആദ്യമായി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റാകട്ടെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഈ സമയത്ത് മധുരം കൂടുതൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. എന്തെളുപ്പത്തിൽ കഴിഞ്ഞു അല്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പം മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദീപാവലിക്ക് എല്ലാവരും ഇതൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. താങ്ക് യു.